ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്ന് ഇന്ത്യ പുറത്ത്. ആദ്യ പകുതിയിൽ ഖത്തറിനെതിരെ മുന്നിട്ട് നിന്ന ശേഷം 73-ാം മിനിറ്റിൽ ഖത്തർ നേടിയ വിവാദ ഗോളിലാണ് ഇന്ത്യയുടെ പരാജയം. ലൈന് പുറത്തുപോയ പന്ത് തിരികെടുത്ത് ഖത്തർ താരം നേടിയ ഗോൾ റഫറി അനുവദിക്കുകയായിരുന്നു. ബിനിൽ പോത്തൻ ബാബുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്നും ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. തീർച്ചയായും ആര്യ, യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തായി എന്ന് പറയുമ്പോൾ പോലും ഈ മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും വഴങ്ങിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്താകേണ്ടി വരുന്നില്ലായിരുന്നു. അടുത്ത മത്സരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇന്ത്യക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യതകളാണ് ഇപ്പോൾ ഈ വിവാദ ഗോള് അവസാനിപ്പിച്ചിട്ടുള്ളത്. 73-ാം മിനിറ്റിലാണ് ഖത്തറിൻ്റെ ഈ വിവാദ ഗോള് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ലൈനിന് പുറത്തേക്ക് പോയിരുന്ന ഒരു പന്ത് വളരെ കൃത്യമായി ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈനിന് പുറത്തേക്കാണ് പന്ത് പോയത്. പക്ഷേ ഖത്തറിൻ്റെ രണ്ട് താരങ്ങൾ, ഫോർവേഡ് പൊസിഷനിൽ ഉണ്ടായിരുന്ന രണ്ട് താരങ്ങൾ ഈ പന്ത് പുറത്തേക്ക് എടുക്കുകയും ലൈനിന് പുറത്തു പോയ പന്ത് വീണ്ടും കോർട്ടിനകത്തേക്ക് എടുക്കുകയും പിന്നീട് ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ലൈനിന് പുറത്തു പോയത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഗോളി ആ പന്തിനെ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ടച്ച് ചെയ്യാതിരുന്നത് എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ റഫറി ഈ വിവാദ ഗോൾ അനുവദിക്കുകയായിരുന്നു. അതിൽ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സംശയത്തിൻ്റെ നേരിലുള്ള പന്ത് വീണ്ടും പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി, ആ ഗോൾ വീണ്ടും പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി മാച്ച് റഫറി തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വഴിയൊരുക്കിയിട്ടുള്ളത്. 1-0 എന്ന ഗോൾ നിലയ്ക്ക് ഇന്ത്യ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് റഫറി വിവാദ ഗോൾ അനുവദിച്ചത്. താളം കണ്ടെത്താതെ പിന്നോട്ട് നിന്നിരുന്ന ഖത്തർ ടീമിന് ഈ ഗോളോട് കൂടി താളം കണ്ടെത്താൻ സാധിക്കുകയും പിന്നീട് അവർ ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ഫുട്ബോൾ എടുക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഒരു ഗോൾ കൂടി നേടുകയും 2-1 ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. 93-ാം മിനിറ്റിലാണ് പിന്നീട് രണ്ടാമത്തെ ഗോൾ അധിക സമയത്ത് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആദ്യത്തെ ഗോൾ അനുവദിച്ചത് റഫറിയുടെ ഗുരുതരമായ പിഴവാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മത്സരത്തിൽ 1-1 എന്നുള്ള സമനിലയിലേക്കായിരുന്നു. ഈ ഗോളില്ലായിരുന്നെങ്കിൽ ഖത്തറും ഇന്ത്യയും വരുമായിരുന്നുള്ളൂ. ആ സമനിലയിലേക്ക് അല്ലെങ്കിൽ ആ പോയിന്റിലേക്കെങ്കിലും വരികയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് കുതിക്കാനുള്ളതും ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ചിറകും മുളയ്ക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി വിരമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ നേരിട്ടത്. എടുത്തു പറയേണ്ടത്, ഖത്തറിന്റെ മുൻനിര താരങ്ങളെ ഒന്നും തന്നെ പരിക്ക് ഉൾപ്പെടെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ ഇറക്കിയിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ ഉൾപ്പെടെ മിന്നും മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ടീമാണ്. പക്ഷേ താളമില്ലാതെ കളിക്കുന്ന ഒരു ടീമിനെയാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. പിന്നീട് ഇന്ത്യ ഒരു ഗോൾ നേടിയതോടെ ഖത്തർ സമ്മർദ്ദത്തിലായി. അതിനിടയിലാണ് റഫറി വിവാദ ഗോൾ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പരാതി ഉൾപ്പെടെ നൽകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്.